നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മക്കളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തു. കൊല്ലം പട്ടത്താനത്താണ് സംഭവം. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്ന് സൂചന. അഴിമതിയും ധൂർത്തും നിറഞ്ഞ ഭരണമാണ് പിണറായി വിജയന്റേതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്തപ്പോൾ സർക്കാർ ധൂർത്ത് കാട്ടുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. കരുനാഗപ്പള്ളിയിൽ കുറ്റവിചാരണ സദസ്സ് നടത്തി. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗേൾസ് ഫ്രണ്ട്ലി കോംപ്ലക്സ്. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായാണ് കോംപ്ലക്സുകൾ നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് 12 ഗവൺമെന്റ് സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. 2 മക്കളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തു. കൊല്ലം പട്ടത്താനത്താണ് സംഭവം. കുടുംബ വഴക്കാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പട്ടത്താനം ചെമ്പകശ്ശേരിയിൽ ജവഹർ നഗറിൽ ജോസ് പ്രമോദ്, മക്കളായ ദേവനാരായണൻ, ദേവനന്ദ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മക്കളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. പട്ടത്താനം ചെമ്പകശ്ശേരിയിൽ ജവഹർ നഗർ 81-ൽ 41 വയസ്സുള്ള ജോസ് പ്രമോദ്, മകൻ 9 വയസ്സുള്ള ദേവനാരായണൻ, മകൾ 4 വയസ്സുള്ള ദേവനന്ദ എന്നിവരെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തൂങ്ങി മരിച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയത്. മക്കളെ കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജീവനൊടുക്കുകയാണെന്ന് പറഞ്ഞ് ജോസ് പ്രമോദ് സഹോദരനും ഭാര്യയ്ക്കും മൊബൈൽ ഫോൺ വഴി സന്ദേശം അയച്ചു. കുട്ടികളെ സ്റ്റെയർകേസിന്റെ ഹാൻഡ് റെയിലിൽ കെട്ടിത്തൂക്കിയ നിലയിലാണ് കണ്ടെത്തിയത്. ജോസ് പ്രമോദ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. രാവിലെയാണ് മരണം സംഭവിച്ച വിവരം പോലീസിനും ബന്ധുക്കൾക്കും ലഭിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. കുട്ടികളുടെ അമ്മ ഡോക്ടറാണ്. തൊട്ടടുത്തുള്ള SNV സദനത്തിൽ താമസിച്ച് PGക്ക് പഠിക്കുകയാണ് ഇവർ തമ്മിൽ കുടുംബ വഴക്കുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇതാകാം കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും എത്തിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. മക്കളെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂവെന്ന് പോലീസ് വ്യക്തമാക്കി. ബന്ധുക്കളടക്കം സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. പ്രതിഷേധ റാലിയും യോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് റാലിയും യോഗവും നടത്തിയത്. കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും നടത്തി. പ്രതിഷേധ റാലി PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും കേരളത്തിൽ പ്രതിഷേധത്തിന്റെ കൂടുതൽ ശബ്ദങ്ങൾ ഉയരുകയാണ്. ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം കേരളപുരത്ത് കണ്ട കുറ്റവിചാരണ സദസ്സിലെ വലിയ പങ്കാളിത്തം പോലും ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സൂചനകളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ആന്റണി ജോസ്, UDF ചെയർമാൻ കുരീപ്പള്ളി സലീം, K ബാബുരാജൻ, അനീഷ് പടപ്പക്കര, പെരിനാട് മുരളി, സിന്ധു ഗോപൻ, വിനോദ് കുമാർ, ജോൺ കുമാർ, M ജയശങ്കർ, പെരുമ്പുഴ ഗോപൻ, വിനോദ് G പിള്ള, AK പ്രസന്നകുമാർ, കുണ്ടറ സുബ്രഹ്മണ്യം, സനൂപ് സജീർ, സുവർണ, ഓമനക്കുട്ടൻ, മന്മഥൻ നായർ, R സുരേഷ് കുമാർ, ഷാൻ കുണ്ടറ, D സുരേഷ്, പെരുമ്പുഴ ഗോപിനാഥൻ പിള്ള, നജീം പുത്തൻകട, നൌഫൽ, പ്രസന്ന പയസ്, ബാബുക്കുട്ടൻ പിള്ള, ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം നടത്തിയത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ബേബിസൺ ഉദ്ഘാടനം നിർവഹിച്ചു. മയ്യനാട് പെട്രോൾ പമ്പിന് മുന്നിൽ നിന്നാണ് പന്തം കൊളുത്തി പ്രകടനം ആരംഭിച്ചത്. പണയമുക്ക് ജംഗ്ഷനിൽ പ്രകടനം സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ബേബിസൺ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിനെതിരെ യൂത്ത് കോൺഗ്രസിനെ ക്രൂരമായി മർദ്ദിച്ചതിന്, KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചതിന്, DYFI നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമത്തിനെതിരെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയപ്പോൾ ഉണ്ടായ സംഭവത്തിന്റെ പേരിൽ എടുത്ത കേസാണ് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനുള്ളത്. മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M നാസർ, യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ സെക്രട്ടറി വിപിൻ വിക്രം, മയ്യനാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിപിൻ ജോസ്, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ലിസ്റ്റൺ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പൊന്നമ്മ മഹേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു.
രാക്ഷസ രാജാവിനെ പോലെ പെരുമാറുന്ന ഒരു കിരാതൻ ഈ സംസ്ഥാനം ഭരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചുപറിക്കാരനല്ല, ചോദ്യം ചോദിക്കുന്നവനാണ്. വായിക്കുകയും പഠിക്കുകയും പഠിച്ചത് മാധ്യമങ്ങളിലൂടെ ആയാലും വേദികളിലൂടെ ആയാലും ജനസഹസ്രങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് പ്രതിഫലിപ്പിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും മിടുക്കനായ, ഏറ്റവും ശക്തനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണ് ഈ പിണറായി വിജയന്റെ പോലീസ് പൊളിറ്റിക്കൽ ശശിയുടെ ഓർഡർ അനുസരിച്ച് ചെരുപ്പ് നക്കി പോലീസ് എന്ന് പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. ചാരുമൂട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി. മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മാവേലിക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരുമൂട്ടിൽ പ്രകടനം നടത്തിയത്. നൂറിനാട് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ചാരുമൂട് ജംഗ്ഷനിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മീനു സജീവ്, റിയാസ് പത്തിശ്ശേരിൽ, മനോജ് സി ശേഖർ, തൻസീർ കടനാകുഴി, ഉത്തര, ഭഗവത, റജിനുണ്ണിത്താൻ, മനു ഫിലിപ്പ്, ഹയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കേരളത്തിൽ അഴിമതിയും ധൂർത്ത് നടത്തുന്ന ഭരണമാണ് പിണറായി വിജയന്റെ ഭരണമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ നടന്ന കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്തപ്പോൾ സർക്കാർ ധൂർത്ത് കാട്ടുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. ജനവികാരമാണ് ഇവിടെ കൂടിയ ജനക്കൂട്ടമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പിണറായി വിജയനും 20 മന്ത്രിമാരും നടത്തിയ നവകേരള സദസ്സ് തട്ടിപ്പായിരുന്നുവെന്ന് ഇവിടെ കൂടിയ ജനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പകരം വീട്ടുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജനകേരള സദസ്സ് തട്ടിപ്പ് സദസ്സായി ജനാധിപത്യ വിശ്വാസികൾ എഴുതിത്തള്ളിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ തൊഴിലാളികൾ പട്ടിണിയിലാണ്. കശുവണ്ടി ഫാക്ടറികളെല്ലാം അടഞ്ഞുകിടക്കുന്നു. പെൻഷൻ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെയും കൂട്ടാളികളുടെയും ധൂർത്തിന് ഒരു കുഴപ്പവും കാണുന്നില്ല എന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പിന്നെ എന്ത് കാര്യത്തിനാണ് ഒരു ഗവൺമെന്റ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഇതിനൊക്കെ എതിരായി വല്ലതും ഒന്ന് പറഞ്ഞാൽ അവർക്ക് കയ്യിൽ കിട്ടിയത് കൊണ്ട് അടി, കയ്യിൽ കിട്ടിയത് കൊണ്ട് മർദ്ദനം. അതാണല്ലോ ജനസദസ്സിൽ നമ്മൾ കണ്ടത്. പ്രതിഷേധിച്ചവരെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ പൂച്ചട്ടി എടുത്തടിച്ചു, അതുപോലെ തന്നെ വടിയെടുത്തടിച്ചു. ഇപ്പൊ അതേപോലെ തന്നെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് ഇവിടെ പ്രസംഗം കണ്ടതായിരുന്നു അദ്ദേഹം, പക്ഷേ അറസ്റ്റിലായി. അപ്പൊ അതുകൊണ്ട് വമ്പിച്ച പ്രതിഷേധമാണ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ശ്രീ മഹേഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്, ഇവിടുത്തെ UDF-ന്റെ നേതാക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഏറ്റവും വലിയ കുറ്റവിചാരണ സദസ്, ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇന്ന് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് തൊടിയൂർ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. CR മഹേഷ് MLA, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, ലീഗ് നേതാവ് സിദ്ദിഖ് രാമനാട്ടൂർ, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, MS ഷൗക്കത്ത്, കോൺഗ്രസ് നേതാക്കളായ KG രവി, R രാജശേഖരൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ജവാദ്, BS വിനോദ്, LK ശ്രീദേവി, ബിന്ദു ജയൻ, കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഷിബു പഴനിക്കുറ്റി, ക്ലാപ്പന ശ്രീകുമാർ, അൻസാർ മലബാർ, തഴവ ബിജു, തുളസി, KM നൌഷാദ്, പത്മനാഭപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. MA സലാം സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. CPM നേതാവും കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന MK ഭാസ്കരൻ അനുസ്മരണം ചവറയിൽ നടത്തി. ഇടപ്പള്ളിക്കോട്ടയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. CPM നേതാവും കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന MK ഭാസ്കരൻ അനുസ്മരണം ചവറയിൽ നടത്തി. ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചന, പതാകയുയർത്തൽ എന്നിവയും നടന്നു. ഇടപ്പള്ളിക്കോട്ടയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടി VP സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നു. VP സിംഗ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് അന്ന് BJPയുടെ ദേശീയ പ്രസിഡന്റ് LK അദ്വാനിയായിരുന്നു. LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു രഥയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. ആ രഥയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് BJPയും RSSും പറഞ്ഞതോ, ഈ രഥയാത്ര തർക്കഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ 450 വർഷക്കാലം പഴക്കമുള്ള
മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പടുത്തുയർത്തിയ ബാബറി മസ്ജിദ് പൊളിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്വാനിയുടെ രഥയാത്ര ഉരുണ്ടുരുണ്ട് മുന്നോട്ട് പോയത്. അന്ന് ബീഹാർ ഭരിച്ചുകൊണ്ടിരുന്നത് ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. ആ ജാഥ സമസ്തിപൂരിൽ എത്തിച്ചേരുകയാണ്. ആ രഥയാത്ര തടയുവാൻ, അദ്വാനിയെ അറസ്റ്റ് ചെയ്യുവാൻ ലാലു പ്രസാദ് യാദവ് തയ്യാറായി. അതിശക്തിമത്തായ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയുണ്ട്. അതിനെ തുടർന്ന് BP സിംഗിന്റെ സർക്കാരിനെതിരായിട്ട് BJP അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. ആ അവിശ്വാസ പ്രമേയം പാർലമെന്റിൽ ചർച്ചയ്ക്കെടുത്തു. അവിശ്വാസ പ്രമേയം പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയുള്ള BP സിംഗിന്റെ ഗവൺമെന്റിനെതിരായി കോൺഗ്രസ് കൈപൊക്കി, BJP കൈപൊക്കി. BP സിംഗിന്റെ ഗവൺമെന്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. BP സിംഗ് രാജിവെക്കേണ്ടി വന്നു. ബാബറി മസ്ജിദ് സംരക്ഷിക്കുന്നതിന് വേണ്ടി, മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടെ അധികാരത്തിലിരുന്ന BP സിംഗിന്റെ ഗവൺമെന്റിനെ ഈ രാജ്യത്ത് മതേതര നിലപാട് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കുരുതി കൊടുക്കേണ്ടി വന്നു. അതാണ് 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പും അതിനുശേഷം ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം. അങ്ങനെ 89 അധികാരത്തിൽ വന്ന BP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവിശ്വാസ പ്രമേയത്തിലൂടെ താഴെയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി R രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം K വരദരാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S ജയമോഹൻ, P എബ്രഹാം, C രാധാമണി, സുജിത് വിജയൻപിള്ള MLA, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് G മുരളീധരൻ, MK ഭാസ്കരന്റെ ഭാര്യ രാജമ്മ ഭാസ്കർ, R രാമചന്ദ്രൻ പിള്ള, K മോഹനക്കുട്ടൻ, PK ഗോപാലകൃഷ്ണൻ, V മധു, R സുരേന്ദ്രൻ പിള്ള, ഷീന പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്കൽ സെക്രട്ടറി MV പ്രസാദ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗേൾസ് ഫ്രണ്ട്ലി കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം പ്രതിഭാ പുരസ്കാര വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് 12 ഗവൺമെന്റ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത്. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗേൾസ് ഫ്രണ്ട്ലി കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് ഓരോ സ്കൂളിലും 25 ലക്ഷം രൂപ വിനിയോഗിച്ച് ജില്ലയിലെ 12 സർക്കാർ സ്കൂളുകളിലാണ് ഈ വർഷം പദ്ധതി നടപ്പാക്കുന്നത്. ഹാബിറ്റാറ്റ് ഗ്രൂപ്പാണ് നിർമ്മാണ മേൽനോട്ടം. പരിസ്ഥിതി സൗഹൃദവും ആധുനിക സൗകര്യങ്ങളും ഒത്തുചേർന്നതാണ് ഗേൾസ് ഫ്രണ്ട്ലി കോംപ്ലക്സ്. കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ നിർവഹിച്ചു. ഏതാണ്ട് 30 ലക്ഷത്തോളം രൂപ ഈ ടോയ്ലറ്റ് കോംപ്ലക്സിന് ചെലവ് വരും. ശരാശരി നോക്കുമ്പോൾ 12 ടോയ്ലറ്റ് കോംപ്ലക്സ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ ജില്ലാതല ഉദ്ഘാടനം വെസ്റ്റ് ഹെൽഡ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയുണ്ടായി. എനിക്ക് ആമുഖമായി ഈ സ്കൂളിലെ ഭാരവാഹികളോടും വിദ്യാർത്ഥികളോടും അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാ സ്കൂളുകളിലും എല്ലാ പൊതുസ്ഥാപനങ്ങളിലെയും ഒരു പ്രതിസന്ധി ഈ ടോയ്ലറ്റ് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നല്ലതുപോലെ നിർമ്മിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം അത് ഉപയോഗിക്കുമ്പോൾ അതിൽ വേണ്ടത്ര വെള്ളമൊഴിക്കാതെ, വൃത്തിയാക്കാതെ, ക്ലീൻ ചെയ്യാതെ, അത് തുടച്ച് സംരക്ഷിക്കാതെ, അതിലെപ്പോഴെങ്കിലും പ്ലംബിങ്ങിനോ മറ്റോ തകരാറ് വന്നാൽ അത് അവിടെ ഉപേക്ഷിക്കുന്ന, പിന്നീട് അതിനകത്തോട്ട് കയറാൻ വയ്യാത്ത, കതക് ഇളകിക്കഴിഞ്ഞാൽ അത് മെയിൻ്റെനൻസ് ചെയ്യാതെ നശിച്ചു കിടക്കുന്ന പല ടോയ്ലറ്റുകളും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിനുൻ വാഹിദ് പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പൽ BL അരുണാഞ്ചലി മുഖ്യപ്രഭാഷണം നടത്തി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി കലാകായിക ശാസ്ത്രമേളകളിലെ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രഥമാധ്യാപകൻ B ജ്യോതിലാൽ സ്നേഹാദരവ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, PTA പ്രസിഡന്റ് കബീർ N സൈൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുൽഫിയ ഷെറിൻ, ശ്രീലത പ്രകാശ്, പഞ്ചായത്ത് അംഗങ്ങളായ A അജ്മൽ, RD പത്മകുമാർ, ലത്തീഫ BV, ഗീത രാജു, സരസ്വതി പാട്ടത്തിൽ, CPM ശൂർനാട് ഏരിയ സെക്രട്ടറി PB സത്യദേവൻ, കോൺഗ്രസ് ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് അൻസാർ മലബാർ, CPI ഓച്ചിറ പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ ഖാദർ, BJP ഓച്ചിറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് G ബിനു, മുസ്ലിം ലീഗ് ഓച്ചിറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് B ഹാഷിർ, ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് പ്രോജക്ട് എഞ്ചിനീയർ S നവിലാൽ, ഷറഫ് ടെലിപാർക്ക്, ബാബു കൊപ്പാറ, KB ഹർലാൽ, ഹാരിസ് സുറുമി, ജയകുമാർ പുണർദം, ഉണ്ണി താഴവന, ബൈജു ഭീമൻതറ, മുംതാസ് ഇക്ബാൽ, സുനിത സുധീർ, S അനിൽകുമാർ, P ചമേലി, അനിൽകുമാർ VB, മുഹമ്മദ് ഖൈസ്, അഹില്യ, നിസാ സലീം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ജനുവരി 20 നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് ലഘുലേഖകൾ വിതരണം ചെയ്തത്. കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി.
റെയിൽവേയുടെ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും സംസ്ഥാനത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ 20-ന് സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് ലഘുലേഖകളുടെ വിതരണം നടത്തിയത്. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് കാണിക്കുന്ന റെയിൽവേ അവഗണന, നിയമന നിരോധനം, സാമ്പത്തിക ഉപരോധം താഴോട്ട് വരുന്നില്ല. ഇവിടെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലെ ഇൻഫർമേഷൻ സെന്റർ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ റെയിൽവേ അടച്ചുപൂട്ടി. ഇവിടെ മാത്രമല്ല, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെയും താങ്ക് യു. നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള കേരളീയ യുവതയുടെ വലിയ രോഷമാണ് ജനുവരി മാസം 20-ാം തീയതി ഈ മനുഷ്യ ചങ്ങലയിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരുടെയും പിന്തുണ ഈ ഐതിഹാസികമാകാൻ പോകുന്ന ഈ സമരത്തിന് ഉണ്ടാവണം. ആലപ്പുഴ ജില്ലയിൽ മാത്രം 2 ലക്ഷം യുവതിയുവാക്കളെയാണ് ഞങ്ങൾ അണിനിരത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള പ്രചരണ സംഘടനാ പ്രവർത്തനങ്ങളിലാണ് ഡിവൈഎഫ്ഐ. CA അഖിൽകുമാർ, R രാജേഷ്, മുഹമ്മദ് ജുറൈജ്, സന്ദീപ് ചന്ദ്രൻ, ഷിബുദാസ്, ജിജോ ജോൺ, ബിച്ചിൻ R പ്രസാദ്, റിയാസ് കുഞ്ഞുമോൻ, കീർത്തി, അർച്ചന, ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 20-ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയിൽ ഞാനും തീർച്ചയായും ഭാഗമാകുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം. തഴവ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ തകർച്ചയിൽ. റോഡിനിരുവശവും കാടുമൂടിയ നിലയിലാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. തഴവ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളാണ് ശോച്യാവസ്ഥ നേരിടുന്നത്. പ്രധാനമായും തഴവ നേരമ്പോക്ക്, കുതിരപ്പന്തി റോഡ്, തോണ്ടുതറ, കാട്ടൂർമടം റോഡ് എന്നിവ ശോച്യാവസ്ഥ നേരിടുന്നു. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല. ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. 1-2 വാർഡുകളിലെ തഴവ പഞ്ചായത്തിൽ മൊത്തവും റോഡുകളുടെ അവസ്ഥ മോശം. അത് ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന നേരമ്പോക്ക്, കുതിരപ്പന്തി, തോണ്ടുതറ, കാട്ടൂർമടം റോഡുകൾ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് അതിന്റെ റോഡ് മെയിൻ്റെനൻസ് നടത്തേണ്ടത്. ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത് അതിനാവശ്യമായ ഫണ്ടില്ല എന്നുള്ളത്. കുടിവെള്ള പദ്ധതിക്കായി റോഡ് വെട്ടിമുറിക്കുന്നതും പതിവാണ്. പിന്നീട് നവീകരിക്കില്ല. ഇതാണ് പ്രധാനമായും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. അതോടൊപ്പം തന്നെ ഈ റോഡുകൾ കൂടുതൽ പൊളിയാൻ കാരണം പൈപ്പ് ലൈൻ, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പൈപ്പ് ലൈന്, അതുപോലെ തന്നെ അത് കുഴിയെടുത്തതിന് ശേഷം ഇന്ന് വരെ അതിനാവശ്യമായ ഒരു നടപടിയും ഗ്രാമീണ റോഡുകൾ നടത്തിയിട്ടില്ല. റോഡിന്റെ ഇരുവശങ്ങളും കാട് മൂടിയ നിലയിലാണ്. സ്വകാര്യ വ്യക്തികളോ പഞ്ചായത്തോ കാട് വെട്ടിത്തെളിക്കാൻ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ റോഡുകളുടെ മറ്റൊരു ദയനീയാവസ്ഥ എന്ന് പറയുന്നത് ഇരുവശങ്ങളും കാട് പിടിച്ച് ഒന്നീ വസ്തു ഉടമസ്ഥര് അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരി ആരെങ്കിലും ബന്ധപ്പെട്ട ഒന്ന് വൃത്തിയാക്കാനുള്ള നടപടിയില്ല. നേരമ്പോക്ക് കുതിരപ്പന്തി റോഡിൽ സ്കൂൾ, അക്ഷയ സെന്റർ, പോസ്റ്റ് ഓഫീസ് എന്നിവയുമുണ്ട്. ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമാണെന്ന് നാട്ടുകാർ പറയുന്നു. കുതിരപ്പന്തിയെ സംബന്ധിച്ചോളം മഠത്തിൽ HSS, കുതിരപ്പന്തി ഗവൺമെന്റ് LPS, കുതിരപ്പന്തി മാർക്കറ്റുള്ള റേഷൻ കട, അക്ഷയ സെന്റർ, പോസ്റ്റ് ഓഫീസ്, ഇവിടൊക്കെ വരുന്ന ജനങ്ങൾ നന്നേ ബുദ്ധിമുട്ടാണ്. അതൊക്കെ വലിയ പരിതാപകരമാണ്. അടിയന്തരമായി ജില്ലാ പഞ്ചായത്തോ പഞ്ചായത്തും ബന്ധപ്പെട്ട് ഈ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടായെങ്കിലേ മതിയാവും. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തഴവ. അഞ്ചൽ ടൗണിലെ തെരുവ് വിളക്കുകൾ രാത്രി സമയങ്ങളിൽ പ്രകാശിക്കുന്നില്ലെന്ന് പരാതി. എന്നാൽ പകൽ സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ പൂർണ്ണമായും പ്രകാശിക്കാറുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. സംഭവത്തിൽ അഞ്ചൽ ഈസ്റ്റ് ഇലക്ട്രിസിറ്റി ഓഫീസ് അധികാരികളെ വ്യാപാരികൾ വിവരമറിയിച്ചിട്ടും പകൽ സമയം വൈദ്യുതി പാഴാക്കുന്നതിനെതിരെ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും പരാതിയുണ്ട്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തും ടൗണിലുമാണ് പകൽ സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിഞ്ഞുകിടക്കുന്നത് മൂലം വൈദ്യുതി പാഴാകുന്നത്. പകൽ സമയങ്ങളിൽ തെളിഞ്ഞുകിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫാക്കാനും രാത്രി സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിക്കാനും നടപടി വേണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. രാവിലെ 8:30 ആയപ്പോഴത്തേനും വീട്ടിൽ പറഞ്ഞത് കൺട്രോൾ പറഞ്ഞത്, എന്നിട്ട് അവർ പറഞ്ഞു അണയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ രാത്രി സമയം സ്ട്രീറ്റ് ലൈറ്റ് സമയം സാധാരണ മിക്കവാറും കത്താറില്ല. പഞ്ചായത്തിൻ്റെ ഈ സൈഡിൽ മിച്ചമുള്ള സ്ട്രീറ്റ് ലൈറ്റും കത്താറില്ല. പകൽ സമയം അവർ കത്തിച്ചിട്ട് വിളിച്ചറിയിച്ചു. ഇന്ന് രാവിലെ 8:30 ആയത് കണ്ടുകൊണ്ട് രാവിലെ 8:30 ആയപ്പോഴത്തേനും വിളിച്ചറിയിച്ചു. അപ്പോൾ നോക്ക്, നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് നോക്കി, മൊത്തം കത്തി കിടക്കാം. അവിടെ മൊത്തം ഏകദേശം പഞ്ചായത്തിൻ്റെ അവിടെ കത്താത്ത കത്തി കിടക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്കൂളിൽ ചെറുധാന്യത്തോട്ടം നിർമ്മിക്കുന്നു. ഇതോടൊപ്പം ചെറുധാന്യങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. വള്ളികുന്നം KKM GV ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു.
ഇലിപ്പക്കുളം KKMGV ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെറുധാന്യത്തോട്ടത്തിന്റെ നിർമ്മാണം നടന്നു. ഇതോടൊപ്പം വിവിധ ഇനം ചെറുധാന്യങ്ങളുടെ പ്രദർശനവും നടത്തി. ലഘുലേഖകളുടെ വിതരണവും സംഘടിപ്പിച്ചു. വള്ളികുന്നം കൃഷിഭവന്റെ സഹായത്തോടെ സ്കൂൾ വളപ്പിൽ ആരംഭിക്കുന്ന ചെറുധാന്യത്തോട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം MS അരുൺകുമാർ MLA നിർവഹിച്ചു. കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുന്ന നിലയിലേക്ക് നിങ്ങൾ കൂടി പങ്കാളിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൂടി പഠിപ്പിക്കുകയാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, തോട്ട നിർമ്മാണത്തിൻ്റെ ഭാഗമായി. വീട്ടിലും ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എല്ലാവരും ആവിഷ്കരിക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. PTA പ്രസിഡന്റ് പ്രകാശ് വാസു അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകൻ P കൃഷ്ണകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV അഭിലാഷ് കുമാർ, R രാജേഷ്, സീനിയർ അസിസ്റ്റന്റ് അനിതകുമാരി P, ശ്രീലേഖ, റസീന I, NCC ചാർജ് ഓഫീസർ രാജി K, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഓഫീസർ സബിത, ജൂനിയർ റെഡ് ക്രോസ് ചാർജ് ഗംഗ, അധ്യാപകരായ റസീന, കൽപ്പന, ഷീബ, പ്രസീജ, മുഹമ്മദ് സാലി, സൂഫിമോൾ, ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. പ്രധാന വാർത്തകൾ വീണ്ടും. മക്കളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തു. കൊല്ലം പട്ടത്താനത്താണ് സംഭവം. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്ന് സൂചന. അഴിമതിയും ധൂർത്തും നിറഞ്ഞ ഭരണമാണ് പിണറായി വിജയന്റേതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്തപ്പോൾ സർക്കാർ ധൂർത്ത് കാട്ടുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. കരുനാഗപ്പള്ളിയിൽ കുറ്റവിചാരണ സദസ്സ് നടത്തി. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗേൾസ് ഫ്രണ്ട്ലി കോംപ്ലക്സ്. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായാണ് കോംപ്ലക്സുകൾ നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് 12 ഗവൺമെന്റ് സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.